ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ പ്രീമിയം പ്രൊഡക്റ്റായ ആപ്പിൾ ഐഫോൺ 12 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആപ്പിൾ ഐഫോൺ 12 കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിൽ ഒഫീഷ്യൽ സെയിൽസ് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഐഫോൺ 12 ആണ്. 128GB സ്റ്റോറേജ് വേരിയൻറ്റും ബ്ലൂ കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ബോക്സ് പാക്കേജ് നിങ്ങൾക്ക് കാണാം, വളരെ സ്ലിമ്മായ ഒരു ബോക്സ് പാക്കേജാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാം, ഇത്തവണ ചാർജർ അതായത് അഡാപ്റ്റർ ബോക്സിനകത്ത് വരുന്നില്ല. ബോക്സിനകത്ത് കേബിൾ ഉണ്ട്, ചാർജിങ് കേബിൾ ഉണ്ട്, USB Type-C to ലൈറ്റ്നിങ് കേബിൾ ഉണ്ട്, പക്ഷേ ചാർജർ ഇല്ല. അപ്പോൾ എങ്ങനെ ഫോൺ ചാർജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ നിങ്ങൾ സെപ്പറേറ്റ് അഡാപ്റ്റർ മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ഈ കേബിൾ കുത്തി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഐഫോണിൻ്റെ 5W ചാർജറോ അല്ലെങ്കിൽ 20W അഡാപ്റ്ററോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഈ വർഷത്തെ ഐഫോണിൻ്റെ ബോക്സ് പാക്കേജിലുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയാവുന്നത്. അപ്പോൾ വളരെ സ്ലിമ്മായ ബോക്സ് പാക്കേജാണ്. അപ്പോൾ ഇതിൻ്റെ ഐഫോൺ 12ൻ്റെ ബേസ് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 79,990, അതായത് ഓൾമോസ്റ്റ് 80,000 റുപ്പീസാണ്. 64GB വേരിയൻറ്റിന്, 120GB വേരിയൻറ്റിന് 84,990, അതായത് 85,000 ആണ് വരുന്നത്. അപ്പോൾ അതാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ വേരിയൻ്റാണ് ഇത്തവണത്തെ ഒരു പ്രത്യേക കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയാം. ഇതിൽ ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്സെറ്റാണ്. അതേപോലെ തന്നെ ഡുവൽ 12MP ക്യാമറയും ഒരു സെൽഫി ക്യാമറയും 12MP ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന iOS 14 ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡാണ്. വയർലെസ് ചാർജിങ്, IP68 റേറ്റിംഗ് എല്ലാം തന്നെ ഇൻക്ലൂഡാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഐഫോൺ 12ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഐഫോൺ 12ൻ്റെ ബോക്സ് പാക്കേജ്. വളരെ മിനിമലിസ്റ്റിക് ആയ ബോക്സ് പാക്കേജാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വളരെ സ്ലിമ്മാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല, അതായത് അഡാപ്റ്റർ ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്ലിമ്മായ ബോക്സ് പാക്കേജാണ്. വെറും കേബിൾ മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഐഫോൺ 12ൻ്റെ പടവും നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിത് വളരെ ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലൂ ആണ് നമ്മളെടുത്ത വേരിയൻറ്റ്. അപ്പോൾ ഇതിനകത്ത് 120GB സ്റ്റോറേജ് ആണ് വരുന്നത്. ബേസ് വേരിയൻറ്റ് 64GB, 79,990 ആണ്. ഇതിന് 84,990 ആണ് പ്രൈസ് വരുന്നത്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ആക്ച്വലി ഇത് മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റാണ്, ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇതാണ് ബേസിക് ഇൻഫർമേഷൻ ഐഫോൺ 12ൻ്റെ. ഇത് നമുക്ക് ക്വിക്ക്ലി അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ മേളിൽ നമുക്ക് കാണാവുന്നത് ഐഫോൺ 12 ആണ്. ബ്ലൂ കളറാണ്. വളരെ മനോഹരമായ ഫിനിഷാണ്. ഡുവൽ ക്യാമറ സെറ്റപ്പ്, ആപ്പിളിൻ്റെ ലോഗോ കാണാം, പിന്നെ പവർ വോളിയം കീസ് കാണാം, പിന്നെ സൈലൻ്റ് ആക്കാനുള്ള ഓപ്ഷനും പിന്നെ പവർ ബട്ടണും കാണാം. താഴത്ത് നമുക്ക് ഒരു ലൈറ്റ്നിങ് പോർട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും കാണാം. വളരെ ഒരു മനോഹരമായ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഇൻഹാൻഡ് ഫീലും വരുന്നുണ്ട്. ഗ്ലാസ് ഫിനിഷാണ്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് നോക്കാം. ഇതിനകത്ത് വരുന്ന ഒരു സിം ഇജക്റ്റർ പിന്നാണ്. അപ്പോൾ പിന്നെ വരുന്നത് ഒരു കേബിളാണ്. ഇത് USB Type-C to ലൈറ്റ്നിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർജർ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് PC-യിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് അഡാപ്റ്റർ മേടിച്ച് ചാർജ് ചെയ്യേണ്ടി വരും. ബോക്സിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഐഫോൺ 12. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു 6.1 ഇഞ്ചസ് സൂപ്പർ റെറ്റിന HDR ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഡിസ്പ്ലേ ആണ്. നമുക്കറിയാം ആപ്പിളിൻ്റെ എല്ലാ ഡിസ്പ്ലേസും വളരെ മികച്ചതാണ്. അപ്പോൾ ഇത്തവണ സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആണ് എല്ലാ ആപ്പിൾ ഐഫോൺസിലും വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ക്വാളിറ്റിയാണ് വരുന്നത്. നല്ല കളേഴ്സും നല്ല വ്യൂയിങ് ആംഗിൾസും വെരി എക്സലൻറ്റ് ഡിസ്പ്ലേ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നത് iOS 14.1 ആണ്. അപ്പോൾ iOSനെ കുറിച്ച് ഞാൻ വിശദമായി പിന്നീട് വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക് ആയ ഒരു ഇൻഫർമേഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വരുന്നത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 12MP 2 ക്യാമറാസാണ്. ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ 12MP പ്രൈമറി ക്യാമറയ്ക്ക് f1.6 അപ്പേച്ചറും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് f2.4 അപ്പേച്ചറാണ്. അപ്പോൾ 1.6 ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ലോ ലൈറ്റ് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ f2.4 ഒരു 12MP സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ വളരെ മനോഹരമായ ക്യാമറാസാണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നമ്മൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ പിന്നീട് ചെയ്യുന്നതാണ്. ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ വിശദമായി ക്യാമറയെക്കുറിച്ച് എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വളരെയധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. 4K 60fps ഒക്കെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമറ ഇൻ്റർഫേസും നോക്കാം. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസ് ടിപ്പിക്കൽ ക്യാമറ ഇൻ്റർഫേസ്, കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. വീഡിയോ മോഡ്, പോർട്രേറ്റ് മോഡ്, ടൈം ലാപ്സ് അങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. 4K 60fps വരെ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യും.
അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് iPhone 12 എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഡീറ്റെയിൽ ആയ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നതാണ്. എത്രത്തോളം മികച്ച ക്യാമറയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നതെന്നോടും നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. ഇനി ആപ്പിളിൻ്റെ iPhone 12 വരുന്നത് A14 ബയോണിക് ചിപ്പ് സെറ്റാണ്. ഇത് ആപ്പിളിൻ്റെ ഒരു കസ്റ്റം ചിപ്പ് സെറ്റാണ് വരുന്നത്. വൺ ഓഫ് ദ പവർഫുൾ ചിപ്പ് സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിപ്പ് സെറ്റാണ്. കഴിഞ്ഞ വർഷത്തെ ആപ്പിൾ A13 ബയോണിക് ചിപ്പ് സെറ്റിനേക്കാളും പവർഫുള്ളായ ഒരു ചിപ്പ് സെറ്റാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങും IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസും ഉണ്ട്. പിന്നെ മാക്സേഫ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡ് അല്ല, പക്ഷേ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് IP68 വാട്ടർ ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടായത് തന്നെ നമുക്ക് വെള്ളം നനച്ചാലും അല്ലെങ്കിൽ അണ്ടർ വാട്ടർ പോയാലൊന്നും കാര്യമായ എഫക്റ്റ് ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ആപ്പിൾ പ്രൊഡക്ട്സ് നൽകുന്നത്. ഇതിനകത്ത് ടച്ച് ID ഇല്ല, അത് വളരെ നേരത്തെ തന്നെ ആപ്പിൾ അവോയ്ഡ് ചെയ്ത ഒരു സാധനമാണ്. അതിന് പകരം ഫേസ് ID ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വിക്ക്ലി ഫേസ് IDൻ്റെ ഒരു ഡെമോ നോക്കാം. ഇത് കണ്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ടാണ് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് ഫേസ് ID വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടച്ച് ID എന്ന് പറഞ്ഞ സംഭവം ആപ്പിൾ ഒരുപാട് മുമ്പേ തന്നെ അവോയ്ഡ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ്ങിന് ഐദർ വയർലെസ് ചാർജിങ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായ അഡാപ്റ്റർ മേടിക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് ഡീഫോൾട്ട് ബോക്സിനകത്ത് ചാർജർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായ അഡാപ്റ്റർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പോൾ അതല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കേബിൾ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ആപ്പിൾ iPhone 12 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റോറുകൾ അവൈലബിൾ ആണ്. 79,990 ആണ് ആപ്പിൾ 12 iPhone 12 പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടും ആമസോണിലും റീറ്റെയിൽ സ്റ്റോഴ്സിലും എല്ലാത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു iPhone 12 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.